തലസ്ഥാനത്തെ നഗരകേന്ദ്രങ്ങളിലൂടെ 10 രൂപയ്ക്ക് സഞ്ചരിക്കാവുന്ന സിറ്റി സർക്കിൾ സാധാരണക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഗുണകരമായ യാത്രാമാർഗം. പക്ഷേ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റു ചിലരുമുണ്ട് ഇവിടെ. സിറ്റി സർക്കിൾ അഥവാ 10 രൂപ ബസ് തലസ്ഥാന നഗരിയിൽ ജനസ്വീകാര്യത ഏറ്റുവാങ്ങി മുൻപോട്ട് പോകുന്ന KSRTCയുടെ ഒരു യാത്രാ പദ്ധതിയാണ്. തലസ്ഥാന നഗരിയിൽ എവിടേക്കും 10 രൂപയ്ക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന സാധാരണക്കാർക്ക് ഗുണകരമായ ഒരു യാത്രാ പദ്ധതി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് പോകുന്ന സർക്കാർ തങ്ങൾ നയിക്കുന്ന ജനതയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യുവാൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാമാർഗമാണ് സിറ്റി സർക്കിൾ. തിരുവനന്തപുരത്തിൻ്റെ ഏതു ഭാഗത്തേക്കും പോകുവാൻ കുറഞ്ഞ ചെലവിൽ ഒരു യാത്രാ സൗകര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ ആ മാർഗം തന്നെയാവും സ്വീകരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ എവിടേക്കും 20 രൂപയ്ക്ക് പോയി വരുവാൻ സാധിക്കുന്ന സിറ്റി സർക്കിളിൻ്റെ ജനസ്വീകാര്യത ദിനംപ്രതി വർദ്ധിക്കുക തന്നെയാണ്. കുഴപ്പമില്ല, 10 രൂപയുടെ കാര്യമുള്ളൂ. സാധാരണക്കാർക്ക് പോകാം. 2 വഴിക്ക് പോയാലും 20 രൂപ, 2 ബസ് കയറി പോയാൽ വീട്ടിലെത്തുമ്പോൾ 40 രൂപ. മറ്റേ ബസ് അങ്ങനെയല്ല, നമ്മൾ പേഴ്സെല്ലാം കയറുന്നുണ്ട്. പ്രൈവറ്റായിട്ട് ബസ്സുണ്ട്, ഇത് കൂടുതലിടെയാണെങ്കിൽ അവരതിനെ ചേർക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയിലൂടെ ദിനംപ്രതി 10 സർക്കുലർ സർവീസുകൾ നടത്തുന്ന സിറ്റി സർക്കുലർ നഗരസഭയുടെ കാര്യമായ പിന്തുണയോടുകൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ജനങ്ങളും അത് കാര്യമായി ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ല പദ്ധതിയാണ്. കാരണം ആൾക്കാർ ഏറ്റെടുത്ത സർവീസാണ് ഈ സർക്കുലർ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ആൻറ്റി ക്ലോക്ക് വൈസ് 2 റൂട്ടിൽ ഇപ്പോൾ 5A എന്ന് പറയുമ്പോഴത്തേക്ക് 5A വയലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടപ്പഴി തമ്പാൻ്റെ ഇടപ്പഴി കറങ്ങി പേരോട്ട് വരുന്നത്, കുളമ്പാറ പേരോട്ട് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 2. ഇത് 10 തവണ സർക്കുലർ 10 സർക്കുലറാണുള്ളത് ഒരു ദിവസം. കോർപ്പറേഷൻ ഇതിനായിട്ട് നല്ല ഈ സർവീസ് നടത്തണമെന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ. 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ അന്നേ ദിവസം തലസ്ഥാന നഗരിയിൽ എവിടെയും പോകാമെന്ന സ്പെഷ്യൽ ടിക്കറ്റ് സർവീസ് ഒഴിവാക്കിയത് യാത്രക്കാരിൽ ചിലർക്ക് സങ്കടമായിട്ടുമുണ്ട്. മന്ത്രി ആദ്യം ഇങ്ങനൊരു ബസ് ഇറക്കിയത് തന്നെ വളരെ നല്ല കാര്യം. പിന്നെ അത് പഴയ മന്ത്രി ഈ ഒരു സീസ് എടുത്ത് 30 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബസ്സുകൾ ഒരു ദിവസം മുഴുവൻ, അതും നല്ല കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പം അങ്ങ് മാറ്റി സീസണെന്നുള്ളത്. നിരത്തിലാകെ വാഹനങ്ങളാണ്. സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുറഞ്ഞത് ഒരു വാഹനമെങ്കിലും പക്കലുണ്ടാകും. അതിലും സാധാരണക്കാരായ ജനങ്ങളാണ് ഓട്ടോ തൊഴിലാളികളെ ആശ്രയിക്കുന്നത്. അവർക്കാണ് KSRTCയുടെ ഈ സിറ്റി സർക്കിൾ പദ്ധതി കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് ഗുണപ്രദം തന്നെയാണ് സിറ്റി സർക്കുലർ. പക്ഷേ അതേ സിറ്റി സർക്കുലർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റൊരു വിഭാഗം ജനത കൂടിയുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ. നമുക്കിപ്പോൾ 6 മണിക്ക് എടുത്താൽ പോലും വൈകുന്നേരം 5 മണിയായി 500 രൂപ ചക്രം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ ഓട്ടോ തൊഴിലാളിയൊക്കെ ചെയ്തു തരണം, അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 6 മണിക്കെടുത്ത വണ്ടിയാണ് ഇതുവരെ 200 രൂപയ്ക്ക് ഓടിയിട്ടില്ല. ഇത്രയും ഗതികെട്ടത് ഇപ്പോഴാണ് ഈ സർക്യൂട്ട് വന്നതിന് ശേഷം. അതിനു മുമ്പേ ന്യായമായിട്ട് 800 രൂപ ചക്രം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. സിറ്റി സർക്കുലർ വരുന്നതിന് മുമ്പ് ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു ഓഫീസ് ജീവനക്കാർ അവരുടെ ഓട്ടോ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവരും 10 രൂപ ബസ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ സിറ്റി സർവീസ് ബസ് എന്ന് പറഞ്ഞാൽ ഈ 10 രൂപ ബസ് ഇറക്കിയിട്ടപ്പോൾ ആട്ടോക്കാർക്ക് ഭയങ്കര അടി. ഈ ഓഫീസ് ടൈമിലുള്ള ഓട്ടോണ് നമുക്കിവിടെ പറഞ്ഞത്. അല്ലാതെ നമുക്ക് വെളിയിലെ ഓട്ടോ നമുക്ക് ഇതായിട്ട് ഇവിടെ വന്നിട്ടില്ല, പോവാറുമില്ല. അവർ ബസ്സിലൊക്കെ കയറി പോവുള്ളൂ. ഓട്ടോ തൊഴിലാളികൾ തങ്ങളുടെ ബുദ്ധിമുട്ട് പലവരും സർക്കാരിനെ അറിയിച്ചതാണ്. പക്ഷേ യാതൊരു ചർച്ചയ്ക്കും സർക്കാർ ഇതുവരെ മുൻകൈ എടുക്കുന്നില്ല എന്നത് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് സങ്കടകരമായ ഒരു കാര്യമാണ്. സർക്കാരിനോട് നിർദ്ദേശം അവർ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ചർച്ചയ്ക്ക് ഇതുവരെയായിട്ട് അവർ വിളിച്ചിട്ടില്ല. നമ്മൾ യൂണിയനായിട്ട് എല്ലാ യൂണിയനും ഇവിടെ 5 യൂണിയനുണ്ട്. 5 യൂണിയനായിട്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഇതുവരെയായിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ആശനാണ് ഈ ബസ് ചെറിയ മുടുക്കുകളിലേക്കാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിനെക്കാളും ഈ ബസ് വളരെ കുഴപ്പമാണ്. മുന്നിരുന്ന മന്ത്രി ആൻ്റണി രാജുവാണ് ഈ ബസ്സെല്ലാം ഇറക്കിയത്. ഗണേഷ് കുമാർ വന്ന് ഇതിനെ ഒരു നിയന്ത്രണം വെക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധം തന്നെ പക്ഷേ നമ്മൾ ആട്ടോ തൊഴിലാളികൾ എന്ത് പ്രതിഷേധിക്കാൻ? ആകെ 500-700 രൂപയ്ക്ക് നമ്മൾ ആട്ടോ ഓടും. അന്നന്ന് നാളെ ഉപജീവനം കഴിയണം. നമ്മൾ 1 കിലോ അരി തന്നെ 60 രൂപ, 1 കിലോ സവാള 50 രൂപ, 1 കിലോ തക്കാളി 95 രൂപ, എല്ലാ സാധനങ്ങളും മുളവിന് 500 രൂപ കിലോ, നിത്യോപയോഗ സാധനങ്ങളെ വില കൂടും. അപ്പോൾ നമുക്കൊരു സ്ട്രൈക്ക് എടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ജനങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ സർക്കാരിൻ്റെ സിറ്റി സർക്കിൾ ബസ് സർവീസിനോട് ഓട്ടോ തൊഴിലാളികൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അവരെ കൂടി പരിഗണിക്കണം എന്ന ആവശ്യം മാത്രമാണ് ഈ പാവങ്ങൾക്കുള്ളത്.
അത് ഒഴിവാക്കണ്ട നമ്മളെ ഒരു ഓട്ടവും കൂടി എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഓടാനുള്ള ഒരു സെറ്റപ്പും കൂടി നമുക്ക് സർക്കാർ ചെയ്തു തന്നാൽ അത് വലിയൊരു നേട്ടമായിരിക്കും ഞങ്ങൾക്ക്. സർക്കാരിൻ്റെ സിറ്റി സർക്കിൾ എന്തുകൊണ്ടും മികച്ച ഒരു യാത്രാമാർഗം തന്നെയാണ്. പക്ഷേ അരിയുടെയും പച്ചക്കറിയുടെയും പെട്രോളിൻ്റെയും ഒക്കെ വില വർദ്ധിച്ചു നിൽക്കുന്ന കൊച്ചു കേരളത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ഓടുന്ന സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെ കൂടി പരിഗണിക്കണം എന്ന് മാത്രം. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.